ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ VN വീഡിയോ എഡിറ്ററിൽ മലയാളം ഫോണ്ട് ആഡ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ടൈറ്റിലുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ഫോണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം ആ ഒരു മലയാളം ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത ആ ഒരു ഫോണ്ട് ഇതിലേക്ക് ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ മലയാളം ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാലും നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഫോണ്ടിലല്ല ആ ഒരു മലയാളം ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ആയിട്ട് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ക്രോം ബ്രൗസറോ അല്ലെങ്കിൽ വേറെ ഏത് ബ്രൗസറോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം രതീഷ്.in എന്ന ഈ ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ മലയാളത്തിൽ എന്താണോ ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ അമ്മ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളിവിടെ അമ്മ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഒരു കോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കോഡ് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ നേരെ VN വീഡിയോ എഡിറ്ററിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കോഡ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണോ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ആ ഒരു കാര്യം ആ ഒരു ഫോണ്ടിൽ മലയാളത്തിൽ ടൈപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.